സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെള്ളവുമില്ല, വൈദ്യുതിയുമില്ല. ശുചിമുറി ഉപയോഗിക്കണമെങ്കിൽ കുട്ടികൾ വെള്ളം ചുമന്നുകൊണ്ടു പോകേണ്ട അവസ്ഥ. മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. ഓണക്കാലം എത്തിയിട്ടും വേതനമില്ലാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. വേതനം വൈകുന്നതിൽ പരാതിയുമായി തൊഴിലാളികളും പൊതുപ്രവർത്തകരും രംഗത്ത്. 2 മാസമായി വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി. ഓണക്കാലം ലക്ഷ്യം വെച്ച് മലയോരത്ത് വ്യാജ വാറ്റ് സംഘങ്ങൾ സജീവമാകുന്നു. പരിശോധന കർശനമാക്കി എക്സൈസ്. നെടുങ്കണ്ടം പുഷ്പകണ്ഠത്ത് കൂലിക്ക് ആളെ നിർത്തിയ ഏലത്തോട്ടത്തിൽ ചാരായം വാറ്റിയ 2 പേർ എക്സൈസ് പിടിയിൽ. ദേവികുളം താലൂക്ക് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന KDH വില്ലേജ് ഓഫീസിലുണ്ടായിരുന്ന വാഹനം കട്ടപ്പുറത്തായിട്ട് 7 വർഷം. അവശ്യഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് യാത്ര ചെയ്യാൻ വാഹനം വാടകയ്ക്കെടുക്കേണ്ട ഗതികേട്. വിശദമായ വാർത്തകളിലേക്ക്. വെള്ളവുമില്ല, വൈദ്യുതിയുമില്ല. ശുചിമുറി ഉപയോഗിക്കണമെങ്കിൽ കുട്ടികൾ വെള്ളം ചുമന്നുകൊണ്ടു പോകേണ്ട അവസ്ഥ. ലാബുകളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിൽ. മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയിലേക്ക്. തോട്ടം മേഖലയിലെ 120 വിദ്യാർത്ഥികളാണ് മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നത്. 2020-ൽ പുതിയ കെട്ടിടവും നിർമ്മിച്ചു. എന്നാൽ കെട്ടിടത്തിന് NOC ലഭിക്കാത്തതിനാൽ സമീപത്തെ ഹൈസ്കൂൾ വിഭാഗം കെട്ടിടത്തിൽ നിന്നും താൽക്കാലികമായി ഇവിടേക്ക് വൈദ്യുതി എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞയിടെ കൊല്ലത്ത് വൈദ്യുതി ആഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവമുണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം സ്കൂളുകളിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് മൂന്നാർ സ്കൂളിലേക്കുള്ള താൽക്കാലിക വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. നിലവിൽ ശുചിമുറിയിലേക്ക് പോലും വെള്ളം എത്തിക്കുവാൻ സാധിക്കുന്നില്ല. സമീപ വീട്ടിൽ നിന്നും വെള്ളം ഹോസ് മുഖേന എത്തിച്ച് പിന്നീട് ബക്കറ്റിലെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഹോൾഡ്. இப்போ பக்கத்தில் இருந்த ஒரு இடத்துல இருந்து தண்ணி நாங்கள் எடுத்து தான் இப்போ வரைக்குமே யூஸ் பண்ணிட்டு இருக்கோம். இந்த சிச்சுவேஷன் 3 வாரமாக நடந்துக்கிட்டே தான் இருக்குது. ஆனால் இப்போ வரைக்குமே ஒரு எஃபர்ட்ஸும் இது வரைக்கும் வெளியிலேருந்து எங்களுக்கு சப்போர்ட் கிடைக்கவே இல்லை. டீச்சர்ஸும் சரி, ஸ்டூடெண்ட்ஸும் சரி ரொம்ப கஷ்டப்படுறோம். வாஷ்ரூம் ஃபெசிலிட்டியிலேருந்து எங்களுக்கு ப்ராஜெக்டர் யூஸ் பண்ண முடியாது. அதேமாதிரி நிறைய பிரச்சனைகள் இருக்குது நம்ம സ്കൂളിൽ. കെട്ടിടത്തിന് NOC ലഭിക്കുന്നതിനുള്ള രേഖകൾ സ്കൂൾ അധികൃതർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. നിലവിൽ സ്കൂളിലെ വിവിധ ലാബുകളുടെ പ്രവർത്തനം പോലും തടസ്സപ്പെട്ട സാഹചര്യമാണുള്ളത്. വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാൻ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കുവാനാണ് വിദ്യാർത്ഥികളുടെയും PTA-യുടെയും തീരുമാനം. സിറ്റി വിഷൻ, മൂന്നാർ. ഓണക്കാലം എത്തിയിട്ടും വേതനമില്ലാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. വേതനം വൈകുന്നതിൽ പരാതിയുമായി തൊഴിലാളികളും പൊതുപ്രവർത്തകരും രംഗത്ത്. തൊഴിൽ തീർന്നാൽ 15 ദിവസത്തിനുള്ളിൽ വേതനം ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് തൊഴിലാളികളുടെ അവകാശമായി തൊഴിലുറപ്പ് കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി അപേക്ഷ നൽകിയിട്ടുള്ളവർക്ക് പോലും 1 രൂപ പോലും നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വൈകുന്നതായാണ് പരാതി ഉയരുന്നത്. 3 മാസമായിട്ടും വേതനം ലഭിച്ചിട്ടില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇപ്പോൾ തൊഴിലുറപ്പ് പണികളും കുറവായി മാറിയിട്ടുണ്ട്. തൊഴിലുറപ്പ് ജോലിക്ക് ഇറങ്ങുന്നവരിൽ ഭൂരിഭാഗം പേരും ഏലക്ക എടുക്കുന്നതിനായി പോകുന്ന സമയമാണ്. പ്രായം ചെന്നവരും മറ്റ് ജോലിക്ക് പോകുവാൻ പറ്റാത്തവരുമായിട്ടുള്ള ഇടത്തരക്കാരുമടക്കം സ്ഥിരമായി തൊഴിലുറപ്പിനിറങ്ങുന്ന തൊഴിലാളികൾക്കാണ് ജോലിയില്ലാത്ത അവസ്ഥയുള്ളത്. വേതനം ലഭിക്കാത്തതിനാൽ ജീവിത ചെലവുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സാഹചര്യം. തൊഴിൽ തീർന്നാൽ 15 ദിവസത്തിനുള്ളിൽ വേതനം ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് തൊഴിലാളികളുടെ അവകാശമായി തൊഴിലുറപ്പ് കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി അപേക്ഷ നൽകിയിട്ടുള്ളവർക്ക് പോലും 1 രൂപ പോലും നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, ഇന്ന് പ്രായമായതും പാവപ്പെട്ട ആളുകളെല്ലാം തൊഴിലുറപ്പിൽ പോയി അവിടെ നിന്ന് കിട്ടുന്ന പൈസകൾ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. 2 മാസമായിട്ട് ഈ തൊഴിലുറപ്പിൻ്റെ വേതനം കിട്ടുന്നില്ല. ആ വേതനം എത്രയും പെട്ടെന്ന് ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ട് നടത്തണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാർഷിക മേഖലയിലേക്കും ക്ഷീരമേഖലയിലേക്കും തൊഴിലുറപ്പ് ജോലികൾ വ്യാപിപ്പിക്കുമെന്ന പ്രചാരണങ്ങൾ ഉണ്ടെങ്കിലും നാളിതുവരെയായിട്ടും ഇതും നടപ്പിലായിട്ടില്ല. വേതനം ഉടൻ ലഭ്യമാക്കാൻ നടപടി വേണമെന്നും കാർഷിക മേഖലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി വ്യാപിപ്പിക്കണമെന്നതുമാണ് തൊഴിലാളികളുടെ അടക്കം ആവശ്യം. സിറ്റി വിഷൻ, രാജാക്കാട്.
ഓണക്കാലം ലക്ഷ്യം വെച്ച് മലയോരത്തെ വ്യാജവാറ്റ് സംഘങ്ങൾ സജീവമാകുന്നു. പരിശോധന കർശനമാക്കി എക്സൈസ്. മുമ്പ് സമാന കേസുകളിൽ പിടിയിലായവരും എക്സൈസിന്റെ നിരീക്ഷണത്തിൽ. കൂലിക്ക് ആളെ നിർത്തി ഏലത്തോട്ടത്തിൽ ചാരായം വാറ്റിയ 2 പേർ എക്സൈസിന്റെ പിടിയിൽ. നെടുങ്കണ്ടം പുഷ്പക്കണ്ടം, മണ്ണിച്ചേരിയിൽ ഫൈസൽ, അട്ടേക്കാനം മൈലമൂട്ടിൽ വിജയൻ എന്നിവരാണ് പിടിയിലായത്. ഓണക്കാലമായതോടെ ഹൈറേഞ്ച് മേഖലയിൽ വ്യാജവാറ്റ് സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് പരിശോധനയും ശക്തമാക്കിയിരുന്നു. ഇതോടൊപ്പം വ്യാജവാറ്റ് സംഘങ്ങളുമായി ബന്ധമുള്ളവരെയും എക്സൈസ് നിരീക്ഷിച്ചു വരികയാണ്. ഓണക്കാലം ലക്ഷ്യം വെച്ച് വലിയ രീതിയിൽ വാറ്റുചാരായി നിർമ്മിച്ച് സൂക്ഷിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥിരം വാറ്റുകാരനായ പുഷ്പകണ്ഠം മണിച്ചേരിയിൽ ഫൈസലിന്റെ ഏലത്തോട്ടത്തിൽ എക്സൈസ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 15 ലിറ്റർ വാറ്റുചാരായവും 5 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. ഇയാളോടൊപ്പമുണ്ടായിരുന്ന സഹായി അട്ടേക്കാനം മലൈമൂട്ടിയിൽ വിജയൻ എന്നയാളെയും പിടികൂടി. വിജയനെ വാറ്റുചാരായി നിർമ്മിക്കുവാൻ ഫൈസൽ ദിവസക്കൂലിക്ക് നിയമിച്ചിരുന്നതാണ്. ഏലത്തോട്ടത്തിലെ ഷെഡിൽ സൂക്ഷിച്ചു വെച്ച 15 ലിറ്റർ വാറ്റുചാരായവും 5 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്ത് കേസെടുത്തിട്ടുള്ളതാണ്. ഫൈസലിനെ ചാരായം വാറ്റുന്നതിന് വേണ്ടി സഹായിച്ച കൃഷ്ണപിള്ള മകൻ വിജയൻ എന്നയാളെയും 2ാം പ്രതിസ്ഥാനത്ത് ചേർത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഇൻസ്പെക്ടർ MP പ്രമോദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തി വാറ്റുചാരായമടക്കം പ്രതികളെ പിടികൂടിയത്. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്നും എക്സൈസ് വ്യക്തമാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KN രാജൻ, K ഷനേജ, പ്രിവന്റീവ് ഓഫീസർമാരായ VJ ജോഷി, K രാധാകൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടിൽസ് ജോസഫ്, സന്തോഷ് തോമസ്, KP അരുൺ, അമൽനാഥ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ S മായ, ഡ്രൈവർ ഷിബു ജോസഫ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ദേവികുളം താലൂക്ക് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന KDH വില്ലേജ് ഓഫീസിനുണ്ടായിരുന്ന വാഹനം കട്ടപ്പുറത്തായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. 7 വർഷത്തോളമായി വില്ലേജ് ഓഫീസിന് വാഹനമില്ലാത്ത അവസ്ഥയെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഉൾമേഖലകളിലെ എസ്റ്റേറ്റിലേക്കും മറ്റും ഏറ്റവും അവശ്യഘട്ടങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യാൻ വാഹനമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ട്. ഭൂപരിധി കൊണ്ട് ഏറെ വിസ്തൃതിയേറിയതാണ് KDH വില്ലേജ് ഓഫീസ്. ഉൾമേഖലകളിലെ എസ്റ്റേറ്റുകളടക്കം KDH വില്ലേജിന്റെ പരിധിയിൽ വരുന്നു. ദേവികുളം താലൂക്ക് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന KDH വില്ലേജ് ഓഫീസിന് വാഹനമില്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. ഉണ്ടായിരുന്ന ഒരു വാഹനം കാലപ്പഴക്കത്താൽ കട്ടപ്പുറത്തായി. വില്ലേജ് ഓഫീസിന് സമീപം തന്നെ തുരുമ്പെടുത്ത് കിടപ്പുണ്ട് ഈ വാഹനം. 7 വർഷത്തോളമായി വില്ലേജ് ഓഫീസിന് വാഹനമില്ലാത്ത അവസ്ഥയെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഡിജിറ്റൽ വില്ലേജിന് ചൊല്ലി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ദേവികുളം ഏറ്റവും ഈ താലൂക്കിൽ ഉൾപ്പെട്ട എസ്റ്റേറ്റ് മേഖലയുള്ള വില്ലേജാണ്. ഇതിലെ ഉദ്യോഗസ്ഥന്മാർ പോകാനായിട്ട് ഒരു വണ്ടിയും വാഹനമില്ല. അടിയന്തരമായിട്ട് ജില്ലാ കളക്ടർ അപ്പോൾ അടിയന്തരമായിട്ട് പുതിയ വണ്ടി ഏർപ്പാട് ചെയ്ത് ഉൾമേഖലകളിലെ എസ്റ്റേറ്റിലേക്കും മറ്റും ഏറ്റവും ആവശ്യഘട്ടങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യാൻ വാഹനമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ട്. പലപ്പോഴും മഴക്കാലങ്ങളിൽ അത്യാഹിതങ്ങൾ സംഭവിക്കുന്ന പ്രദേശം കൂടിയാണ് KDH വില്ലേജ് ഓഫീസ് പരിധി. നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തുവാനും മറ്റുമൊക്കെയായി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് യാത്ര ചെയ്യണമെങ്കിൽ ക്ലേശം അനുഭവിക്കേണ്ടതേറെയുണ്ട്. സർക്കാർ ഭൂമിയിൽ പലപ്പോഴും അനധികൃത കയ്യേറ്റമടക്കമുള്ള ഇടപെടൽ നടത്തുന്ന പ്രദേശം കൂടിയാണ് KDH വില്ലേജ് ഓഫീസിന്റെ പരിധി. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് വില്ലേജ് ഓഫീസിന് പുതിയ വാഹനം അനുവദിച്ചു നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി ഓണക്കാലത്തിന്റെ കാഴ്ചകളുമായി പൊന്നോണം വന്നേ. ഓണത്തെ വരവേറ്റ് തുടങ്ങിയിരിക്കുകയാണ് നാടും നഗരവും. നെടുങ്കണ്ടം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളുടെ മത്സരങ്ങളും ഓണസദ്യയുമടക്കം വിപുലമായ രീതിയിലാണ് ഇത്തവണത്തെ ഇവരുടെ ഓണാഘോഷം. ഓണക്കാലമായാൽ ഏറ്റവും കൂടുതൽ ആവേശമുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് ക്യാമ്പസുകളിലാണ്. ഇത്തവണയും ക്യാമ്പസുകൾ ഓണക്കാലത്തെ വരവേറ്റ് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്തവണ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും ഒപ്പം വിവിധ മത്സരങ്ങളുമുണ്ട്. അത്തപ്പൂക്കള മത്സരം, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ഓണപ്പാട്ട് മത്സരം, ഇങ്ങനെ നീളുന്നു കലാപരിപാടികൾ. കോൺഫിഡൻസ് ഓണം, വൈബ് ഓണം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ കൂട്ടായ്മയുടെ ആഘോഷമായി മാറി.
കോൺഫിഡൻസ് ഓണം വൈബ് ഓണം എന്ന പേരിൽ നമ്മുടെ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നും നാളെയും നാളെ കഴിഞ്ഞ് ബുധനാഴ്ച സമാപന സമ്മേളനത്തോടെയാണ് അത്തപ്പൂക്കള മത്സരം, തിരുവാതിരകളി മത്സരം, കൈകൊട്ടി അങ്ങനെ വിവിധങ്ങളായ കലാപരിപാടികളുടെ മത്സരങ്ങൾ, ഓണസദ്യ അടക്കം വലിയ വിപുലമായ ഒരു പരിപാടിയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ശിവറാം സിൻഹ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അനിറ്റ മാത്യു, യമുന കൃഷ്ണ, കിരൺ വേണു, വിനീഷ് ശിവദാസ് നായർ, അനന്തു വി നായർ എന്നിവർ നേതൃത്വം നൽകി. 27-ന് ഓണസദ്യയോടെ പരിപാടികൾക്ക് സമാപനമാകും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഹെൽപ്സ് MP മീരാൻ മെമ്മോറിയൽ അക്സ പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് അടിമാലിയിൽ തുടക്കം കുറിച്ചു. ആതുര ജീവകാരുണ്യ മേഖലയിൽ സാന്ത്വന സ്പർശമാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുള്ളത്. അഡ്വക്കേറ്റ് A. രാജ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലാഭേച്ഛയില്ലാതെ നിസ്വാർത്ഥ സേവന സന്നദ്ധരായ ഒരുപറ്റം ആളുകൾ കൈകോർത്തുകൊണ്ടാണ് ഹെൽപ്സ് MP മീരാൻ മെമ്മോറിയൽസ് അക്സ പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കിടപ്പ് രോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കുമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ, സപ്പോർട്ടിംഗ് ഉപകരണങ്ങൾ എന്നിവ സൗജന്യമായി എത്തിച്ചു നൽകും. മറ്റ് ജീവകാരുണ്യ ആതുര സേവനങ്ങൾ നൽകുക എന്നതും ലക്ഷ്യം വയ്ക്കുന്നു. അടിമാലി മന്നാങ്കാലയിലാണ് ഓഫീസ് തുറന്നിട്ടുള്ളത്. അഡ്വക്കേറ്റ് A. രാജ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ഇനി ട്രീറ്റ്മെന്റ് കൊടുത്താൽ ചികിത്സ കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ ഗുണം കിട്ടണമെന്നില്ല. എന്നാൽ അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പാലിയേറ്റീവ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് നമ്മളിങ്ങനെയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതുപോലെ രോഗിയായിരിക്കുന്ന ആളുകൾ അവരുടെ മുഖത്തുള്ളൊരു സന്തോഷം. ഉദ്ഘാടന ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു. റജി നളന്ത മുഖ്യപ്രഭാഷണം നടത്തി. അക്സ ചെയർമാൻ നിസാർ ബാഖവി, ഫാഹിസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി, സയ്യിദ് സുൽഫദ്ദീൻ തങ്ങൾ, അനസ് ഇബ്രാഹിം, കോയ അമ്പാട്ട, സനിത സജി, സയ്യിദ് മുഹമ്മദ് മുലൈത്തൊട്ടി, നിസാർ പെരിങ്ങാട്ട്, ഷമീർ കിളിയങ്കോട്ട, അടിമാലിയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. റോഡ് പണി തടസ്സമില്ലാതെ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഇതിനകം കേന്ദ്രാനുമതി ലഭിച്ച സ്ഥലങ്ങളിൽ നടക്കുന്ന പണി തുടരുന്നതിന് തടസ്സമില്ലെന്നും ഹൈക്കോടതി ഉത്തരവിട്ട പ്രകാരം കൂടുതലായി ആവശ്യമായ ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാവുന്നതാണെന്നും യോഗം വിലയിരുത്തി. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട MLA, ജില്ലാ കളക്ടർ, ദേശീയപാത, പൊതുമരാമത്ത്, വനം ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഒരു യോഗം ഓഗസ്റ്റ് 27-ാം തീയതി വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വനംവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, APCCF ഡോക്ടർ L. ചന്ദ്രശേഖർ IFS, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപ IFS, വനംവകുപ്പ് അഡീഷണൽ സെക്രട്ടറി സൂസൻ ഗോപി തുടങ്ങിയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇടവേള. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാലത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് ഓർ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം.
സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയാണ് കൊല്ലപ്പെട്ടത്. ഭക്ഷണം പാകം ചെയ്യാനായി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയ ഇയാളെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രാജപാണ്ഡിയെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കഴുത്തിലും തലയിലുമായി 9 വെട്ടുകളേറ്റിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വന്നിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയെ 22-ാം തീയതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ഭക്ഷണം പാകം ചെയ്യാനായി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയ രാജപാണ്ഡിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏറെ സമയം കഴിഞ്ഞിട്ടും ഇയാൾ തിരികെ എത്താതെ വന്നതോടെ മറ്റു സെക്യൂരിറ്റി ജീവനക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കെട്ടിടത്തിനുള്ളിൽ രാജപാണ്ഡിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ രാജപാണ്ഡിയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതാണെന്ന് ബോധ്യപ്പെട്ടു. തലയിൽ 7ഉം കഴുത്തിൽ 2ഉം വെട്ടുകളേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നടത്തിയ കൊലപാതകമാകാമെന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനായി പ്രത്യേക സംഘത്തെയും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു IPS നിയോഗിച്ചു. മൂന്നാർ DYSP അലക്സ് ബേബിയാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതല. ഒപ്പം ദേവികുളം മൂന്നാർ SHOമാർ, SIമാർ എന്നിവരടങ്ങുന്ന 16 ഉദ്യോഗസ്ഥരാണ് പ്രത്യേക സംഘത്തിലുള്ളത്. സുരക്ഷാ ജീവനക്കാരെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലിക്ക് നൽകുന്ന കമ്പനിയുടെ കീഴിലാണ് ചൊക്കനാട് എസ്റ്റേറ്റിൽ രാജപാണ്ഡി ജോലി ചെയ്തു വന്നിരുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഉടുമ്പൻചോലയിൽ ജ്യേഷ്ഠ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യം കോടതി റദ്ദാക്കി. 2023 കേസിനെ തുടർന്ന് അനുവദിച്ച ജാമ്യമാണ് റദ്ദാക്കിയത്. ഇയാൾ വീണ്ടും കഴിഞ്ഞ മാസം വീട്ടിൽ കയറി ജ്യേഷ്ഠനെയും ഭാര്യയെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ജാമ്യം റദ്ദാക്കിയത്. 2023 ഏപ്രിൽ 18-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ജ്യേഷ്ഠനെയും ജ്യേഷ്ഠന്റെ ഭാര്യയെയും പ്രതിയായ വലിയ പറമ്പിൽ ബിനോയ് ലൂക്കോസ് ആക്രമിക്കുകയായിരുന്നു. വാക്കത്തി ഉപയോഗിച്ച് ജ്യേഷ്ഠനെ ആക്രമിക്കുന്നതിനിടയിൽ തടസ്സം പിടിച്ച ജ്യേഷ്ഠ ഭാര്യയ്ക്ക് ശരീരമാസകലം പരിക്കേറ്റിരുന്നു. ഈ കേസിൽ റിമാൻഡിൽ പോയ പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ഈ കേസിന്റെ വിചാരണ അസിസ്റ്റന്റ് സെക്ഷൻ കോടതിയിൽ നടന്നു വരികയാണ്. കഴിഞ്ഞ മാസം പ്രതി വീണ്ടും ജ്യേഷ്ഠനെയും ഭാര്യയെയും ആക്രമിച്ചത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് ജാമ്യം റദ്ദു ചെയ്ത അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി അരവിന്ദ് ബേബി ഇടയോടി ഉത്തരവിട്ടത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഡിസ്ട്രിക്ട് പ്രോസിക്യൂട്ടർ സിബീസ് കറിയ ഹാജരായി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീട്ടമ്മയിൽ നിന്ന് 18.72 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ 2ാം പ്രതി പിടിയിൽ. തൃശൂർ പുത്തഞ്ചിറ നോർത്ത് പകരപ്പള്ളി വെളുത്തെടുത്തുകാട്ടിൽ ഹാരിസ് മുഹമ്മദിനെയാണ് നെടുങ്കണ്ടം പോലീസ് പിടികൂടിയത്. 2024 തട്ടിപ്പ് നടത്തിയത്. വീട്ടമ്മയുടെ പേരിലെത്തിയ പാഴ്സലിൽ വ്യാജ പാസ്പോർട്ടുകളും ATM കാർഡുകളും ലഹരി മരുന്നുകളും കണ്ടെത്തിയെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭീഷണിപ്പെടുത്തി CBI ഉദ്യോഗസ്ഥനെന്ന വ്യാജേനയാണ് ഭീഷണി മുഴക്കിയത്.
പണം നൽകിയാൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് നെടുങ്കണ്ടം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന വീട്ടമ്മയുടെ സ്വർണം ഇതേ ബാങ്കിൽ പണയം വെപ്പിച്ച് പണം തട്ടിയെടുക്കുകയായിരുന്നു. നെടുങ്കണ്ടം പോലീസ് ഇൻസ്പെക്ടർ ജെർലിൻ വി സ്കറിയയുടെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ടി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നിബിൻ, ജോബിൻ എന്നിവരടങ്ങുന്ന സംഘം ബുധനാഴ്ച തൃശൂരിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. കുരുവിള സിറ്റി ലയൺസ് ക്ലബിന്റെ വാർഷികാഘോഷവും സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടന്നു. കുരുവിള സിറ്റി സെന്റ് ജോർജ് പരീക്ഷ ഹാളിൽ നടന്ന വാർഷികാഘോഷം ഏരിയ കോർഡിനേറ്റർ വി അമർനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം ആരംഭിച്ച 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉദ്യാനം നിർമ്മിച്ചതും കുടിവെള്ള പദ്ധതിക്കായി കേരള വാട്ടർ അതോറിറ്റിക്ക് സ്ഥലം വിട്ടു നൽകിയതും ആദിവാസി ഉന്നതികളിലേക്ക് കമ്പിളിപ്പുതപ്പും കുടകളും എത്തിച്ചു നൽകിയതുമടക്കം നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. വാർഷികാഘോഷവും കുടുംബസംഗമവും സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഏരിയ കോർഡിനേറ്റർ വി അമർനാഥ് നിർവഹിച്ചു. ലോകമെമ്പാടുമുള്ള സേവന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലബുകളിൽ നിന്നും അത് ഒറ്റയായി നമ്മൾ ഉദ്ദേശിക്കേണ്ടതാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രസ്ഥാനത്തിലേക്ക് ഈ കടന്നു വരുന്ന ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരു സേവനം എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. കൂട്ടായി നമ്മുടെ കൂട്ടായി പ്രയത്നിച്ച് നമ്മുടെ കൂട്ടായി പിടിച്ച സേവനം ചെയ്യുമ്പോൾ ഒറ്റയായിട്ട് ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടായി പ്രവർത്തിക്കാനുള്ള അവസരമാണ്. അപ്പൊ അത് ലോകമെമ്പാടും ഉള്ള ജനങ്ങൾക്ക് സേവനം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നമ്മൾ ആരംഭിച്ചത്. വിമൽ മാത്യു പ്രസിഡന്റും ജോർജ് അരീപ്ലായ്ക്കൽ സെക്രട്ടറിയും AB ഫിലിപ്പ ട്രഷററുമായിട്ടുള്ള 16 അംഗ ഭരണസമിതി ചുമതലയേറ്റു. ലേഡി ഫോറത്തിന്റെ ഭാരവാഹികളായി റോസ്മി എബിൻസ് പ്രസിഡന്റും മിനി ജോർജ് അരീപ്ലായ്ക്കൽ സെക്രട്ടറിയും മിനി ഷാജി ട്രഷററുമായി ചുമതലയേറ്റു. ചടങ്ങിൽ മുൻ ഭരണസമിതി അംഗങ്ങളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മാധ്യമ പ്രവർത്തകരെയും ആദരിച്ചു. യൂത്ത് ഡിസ്ട്രിക്ട് സെക്രട്ടറി ഷൈനു സുകേഷിന്റെ നേതൃത്വത്തിൽ പുതിയതായി എത്തിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു. ക്ലബ് പ്രസിഡന്റ് പ്രിൻസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഷിജോ തടത്തിൽ, PV ബേബി പുൽപ്പറമ്പിൽ, ജെയിൻ അഗസ്റ്റിൻ, KN മുരളി, പ്രവീൺ കുമാർ, സന്തോഷ് മുതുവേലിൽ, പോൾ പരുത്തിപ്പള്ളി, ജെയിംസ് തെങ്കുടി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ രാജകുമാരി. സ്കൂൾ ഓർമ്മകൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്, അത് എത്ര പ്രായമായാലും. ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഇന്നലെ നടന്നതും അത്തരമൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമായിരുന്നു. 2002 SLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇന്നലെ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നടന്നു. ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ 2002 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി കേക്ക് മുറിച്ച് എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കുട്ടികൾക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകി. പരിപാടിക്ക് അശ്വതി KS സ്വാഗതം ആശംസിച്ചു. അനൂപ് KG, രമ്യ ഗോപിനാഥ്, ശ്യാം K രവീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. എല്ലാവരും 23 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ പങ്കുവച്ചു. അരുൺദേവ് ES എല്ലാവർക്കും വേണ്ടി മധുരമായ ഗാനം ആലപിച്ചു. 23 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണാനും സംസാരിക്കാനും കഴിഞ്ഞതിൻ്റെ സന്തോഷം എല്ലാവരും പങ്കുവച്ചു. മീറ്റിങ്ങിന് അനൂപ് P ജോസഫ് നന്ദി രേഖപ്പെടുത്തി. സിറ്റി വിഷൻ രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളവുമില്ല, വൈദ്യുതിയുമില്ല. ശുചിമുറി ഉപയോഗിക്കണമെങ്കിൽ കുട്ടികൾ വെള്ളം ചുമന്നുകൊണ്ടു പോകേണ്ട അവസ്ഥ. മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. ഓണക്കാലം എത്തിയിട്ടും വേതനമില്ലാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. വേതനം വൈകുന്നതിൽ പരാതിയുമായി തൊഴിലാളികളും പൊതുപ്രവർത്തകരും രംഗത്ത്. 2 മാസമായി വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി. ഓണക്കാലം ലക്ഷ്യം വെച്ച് മലയോരത്ത് വ്യാജ വാറ്റ് സംഘങ്ങൾ സജീവമാകുന്നു. പരിശോധന കർശനമാക്കി എക്സൈസ്. നെടുങ്കണ്ടം പുഷ്പകണ്ഠത്ത് കൂലിക്ക് ആളെ നിർത്തി ഏലത്തോട്ടത്തിൽ ചാരായം വാറ്റിയ 2 പേർ എക്സൈസ് പിടിയിൽ. ദേവികുളം താലൂക്ക് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന KDH വില്ലേജ് ഓഫീസിലുണ്ടായിരുന്ന വാഹനം കട്ടപ്പുറത്തായിട്ട് 7 വർഷം. അവശ്യഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് യാത്ര ചെയ്യാൻ വാഹനം വാടകയ്ക്കെടുക്കേണ്ട ഗതികേട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.